അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിച്ച ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും തുടർന്ന് വന്ന പ്രവാചകന്മാരുടെയും ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ലോകത്ത് വന്ന പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യവർഗത്തിന് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുഗ്രഹീതമായ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലെ ആത്മാവ് എന്നോണമാണ് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന സന്ദേശത്തിൻ്റെ ക്രമവും സവിശേഷതയും എടുത്തു പറഞ്ഞുകൊണ്ട് ആ സന്ദേശങ്ങളുടെ സവിശേഷതയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 52-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: വകദാലിക ഔഹൈനാ ഇലൈക്, അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് സന്ദേശം നൽകുന്ന ആ രൂപത്തിൽ മുഹമ്മദ് നബി താങ്കൾക്ക് നാം സന്ദേശം നൽകിയിരിക്കുന്നു. റൂഹം മിൻ അംരിന, നമ്മുടെ കൽപ്പനപ്രകാരമുള്ള ആ ചൈതന്യം. മാ കുന്ത തദ്രീമൽ കിതാബു വലൽ ഈമാൻ, ആ സന്ദേശം താങ്കളെ അറിയിക്കുന്നതിൻ്റെ മുമ്പ് വേദഗ്രന്ഥങ്ങൾ പ്രബോധനം ചെയ്യുന്ന വേദഗ്രന്ഥങ്ങൾ എന്താണെന്നോ വേദഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുന്ന വിശ്വാസം എന്താണെന്നോ അങ്ങേക്കറിയില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, അള്ളാഹുവിൻ്റെ സന്ദേശം നൽകുക, അത് മുഖേന ആ ദിവ്യപ്രഭ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക ഉദ്ദേശവും പ്രവർത്തന രീതിയുമാണ്. വലാകിൻ ജഅൽനാഹു, അള്ളാഹു നൽകുന്ന നൂറൻ, ആ വെളിച്ചത്തെ, നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്കാണ് ആ പ്രവാചകത്വം എന്ന സവിശേഷത നൽകുന്നത്. തുടർന്ന് ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിലൂടെ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ജനങ്ങളെ താങ്കൾ നയിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ യഥാർത്ഥ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ലോകത്ത് വന്ന പ്രവാചകന്മാർ നൽകിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ദിനമാണ് ദുൽഹജ്ജ് 9 അന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നു: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം വരേക്കും, ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുവദനീയമായ കാര്യങ്ങൾ എന്താണെന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുമുള്ള സന്ദേശം ഇന്നത്തോടുകൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, അള്ളാഹു മനുഷ്യവർഗത്തിന് ചെയ്യുന്ന ആ അനുഗ്രഹം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മതമായി താങ്കൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മാനവരാശിയുടെ സുരക്ഷയ്ക്കും നന്മക്കും ശോഭനമായ ഭാവിക്കും അള്ളാഹു നൽകിയ ക്രമമാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും. ആ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു മനുഷ്യവർഗത്തെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും അതിനെ പൂർത്തിയാക്കുകയും ചെയ്ത ആ അനുഗ്രഹത്തിൻ്റെ മാസമാണ് ദുൽഹജ്ജ് മാസം. ഈ പ്രവർത്തനം അള്ളാഹു പരിശുദ്ധ റമദാനിൽ ആരംഭിക്കുന്നു. ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹു ആ മൗലികമായ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടുള്ള ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ ദുൽഹജ്ജ് മാസം പൊതുവിലും ആ പെരുന്നാൾ ദിവസം പ്രത്യേകിച്ചും നാം ആചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ സന്ദേശവും വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് പ്രകാശനം ചെയ്യുന്ന ശ്രേഷ്ഠമായ വിശ്വാസവും ആ ശ്രേഷ്ഠമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കുവാനും അതോടൊപ്പം മാനവരാശിയെ ഒന്നായി കാണുവാനും മാനുഷികമായ സാഹോദര്യവും
സ്നേഹബന്ധവും പുതുക്കുന്നതിനും അത് ക്രമപ്പെടുത്തുന്നതിനും ചിട്ടയോടുകൂടെ സംരക്ഷിച്ചു വരുന്നതിനും ഈ മഹത്തായ ദിനത്തിൽ നാം ഓർക്കുകയും അത് ഉൾക്കൊള്ളുകയും സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ ദിനത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് സൃഷ്ടാവിൻ്റെ അനുഗ്രഹം നമ്മളിലെല്ലാം വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.